നമസ്കാരം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇത്രയും നീളമുള്ളൊരു പേര് കേട്ടപ്പോൾ ഇതൊരു ജോലിയാണോ, ഇതൊരു പോസ്റ്റാണോ, ഇങ്ങനൊരു പരീക്ഷ ഉണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഈ ഒരു പോസ്റ്റിന് വേണ്ടി, പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. യഥാർത്ഥത്തിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ എല്ലാവരും കാണണം. കാരണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഡിഗ്രി പ്രിലിംസ് പോലുള്ള പരീക്ഷകളും വേറെ ഒരുപാട് പരീക്ഷകളും ഉണ്ട്. പക്ഷേ ഈ ഡിഗ്രി പ്രിലിംസ് പോലുള്ള പരീക്ഷകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ പ്രത്യേകത ഇത് കോമൺ ഡിഗ്രി തന്നെയാണ്. കാരണം എക്കണോമിക്സിൽ ഡിഗ്രി, ഇത് വല്ല സ്പെഷ്യൽ ഡിഗ്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കോമൺ ഡിഗ്രി തന്നെയല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിഗ്രി, ഇനി അതുമല്ലെങ്കിൽ കൊമേഴ്സ്, പക്ഷേ സ്റ്റാറ്റിക് പേപ്പർ പഠിച്ചിട്ടുണ്ടാവണം. ഇനി അതുമല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ ഡിഗ്രി. അപ്പം ഇങ്ങനെയുള്ള ഡിഗ്രികളുള്ള ആൾക്കാർക്കാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും എഴുതാനും പറ്റുന്നതും. അപ്പോൾ ഈ തരത്തിലുള്ള ഡിഗ്രിയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത അത്രക്ക് അടിപൊളി ഫ്രീഡം ആയിട്ടുള്ള ജോലിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഓഫീസുമായി ബന്ധപ്പെട്ട ജോലികളുള്ളൂ, ബാക്കിയൊക്കെ ഫീൽഡ് വർക്കാണ്. ഇനി സാലറി ആണെങ്കിലും 30,000-നും 60,000-നും ഇടക്ക് ശമ്പളവും ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. യൂട്യൂബ് നിങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ സഹകാര്യ PSC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഫ്രീ ക്ലാസ്സുകൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ A to Z ക്ലാസ്സുകൾ, കഴിഞ്ഞ ക്ലാസ്സത്തെ കട്ട് ഓഫും ഈ പ്രാവശ്യത്തെ ടോപ്പിക്ക് വ്യത്യാസവും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം മനസ്സിലാക്കി നല്ല അടിപൊളി ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സഹകാര്യ PSCയിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താഴെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചേക്കാം. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റ് നെയിമും കൂടി ഒന്ന് വാട്സാപ്പ് അടിച്ചാൽ മതി. പിന്നെ കഴിഞ്ഞ തവണത്തെ സ്റ്റേറ്റ് ടാക്സ് പരീക്ഷ ഒന്ന് എടുത്തു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സഹകാര്യ PSC എന്ന് പഠിച്ച ഒരുപാട് കുട്ടികൾ ആദ്യത്തെ 1, 2, 3 ഒക്കെ റാങ്കുകളിൽ ഉണ്ട്. കോമ്പറ്റീഷൻ വളരെ കുറവാണ്. മറ്റുള്ള ഡിഗ്രിക്കാരൊന്നും ഉണ്ടാവത്തില്ല. പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാനും പാടില്ല. അപ്പോൾ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പോസ്റ്റിൽ ജോലി ചെയ്യാം. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പർ മറക്കരുത്. ബൈ.